ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പം അത് ഒരു അച്ചാറിടുന്നതിനൊരു 2-3 മണിക്കൂർ മുന്നേ നന്നായിട്ട് ഉപ്പ് പുരട്ടി വെച്ചേക്കുമായിരുന്നു, ഉപ്പ് മാത്രം. അതിനുശേഷം ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒന്ന് ഇതായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടു. ഒരു ബൗള് നിറച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അത് ഇത്രയും ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊരു ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇട്ടേക്കുന്നത് കാന്താരിയാണ്. അപ്പോൾ കാന്താരി അതൊന്ന് ജസ്റ്റ് നടുവിലൊന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു എരിവൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കും. അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കും. അപ്പോൾ നല്ല മണമാണ്. ആ അച്ചാറിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ ഫസ്റ്റ് അതിൽ നിന്നാണ് വരുന്നത്. ആ ഒരു വെളുത്തുള്ളിയുടെയും കാന്താരിയും കറിവേപ്പിലയൊക്കെ മിക്സായി വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു മണമാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂക്കുന്നിടം വരെ നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം. പിന്നെ ഇവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഐറ്റം കായം തന്നെയാണ്. കായം ഇപ്പോൾ എടുത്തില്ല, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു. പിന്നെ ഇത് കരിയാതെ നോക്കണം, നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കറിവേപ്പില നമുക്കിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഫസ്റ്റ് തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നല്ല രീതിയിലൊന്ന് ഇളക്കണം. അപ്പോൾ ഇളക്കി ഒന്ന് അത്യാവശ്യം ഒന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയണ്ട വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വിനാഗിരി, അച്ചാറിന് ആവശ്യമായ വിനാഗിരി ഒഴിച്ചു കൊടുക്കും. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം. വിനാഗിരി ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ ആ ഒരു മിക്സ് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു. വിനാഗിരിയിൽ ആ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മിക്സായി വരുന്നിടം വരെ എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു നല്ല രീതിയിൽ. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ മിക്സ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തു. മാങ്ങയുടെ ആ ഒരു ഉപ്പ് നോക്കിയിട്ട്. അപ്പോൾ ഫസ്റ്റ് മാങ്ങയിൽ നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചാൽ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഉപ്പ് വെള്ളം നമ്മൾ ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടുക. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഡയറക്റ്റായിട്ട് ഉപ്പ് നമ്മൾ ലാസ്റ്റ് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കരുത്, കാരണം പൂത്ത് പോകും പെട്ടെന്ന്. അപ്പോൾ ഉപ്പ് ഒന്ന് ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളം ചൂടാക്കിയിട്ടോ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ നമ്മൾ ആ ഉപ്പ് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ സൈഡിലും ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം മാത്രമേ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കായം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കായം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ കായമൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി കായം ആ ഒരു മിക്സിലേക്ക് കൂട്ടി യോജിപ്പിച്ചു. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കത്തുള്ളൂ. കാരണം പെട്ടെന്ന് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മാങ്ങയിലേക്ക് ഈ ഒരു അരപ്പ് എല്ലാ വശത്തും ഒരുപോലെ പിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കായം, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് നല്ലെണ്ണ ഇതായിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന ടൈമിലാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇത് ഏകദേശം നല്ല കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത എന്നാൽ അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ്. ഒരു ഒരുപാട് പഴുത്തയല്ല എങ്കിൽ ഒരുപാട് പച്ചയല്ല, ആ ഒരു ടൈപ്പ് മാങ്ങയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ആ മാങ്ങ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ആ ഒരു ചാറിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി. അപ്പം ഫ്ലെയിം അത്യാവശ്യം കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ തീ കുറച്ച് വയ്ക്കും. ഇനി അച്ചാറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉലുവ അതുപോലെ തന്നെ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ ഇതാണ് അച്ചാറിൻ്റെ ഒരു ഫൈനൽ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ അച്ചാർ വീട്ടിൽ റെഡിയാക്കി നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.